ദിവ്യാത്മാക്കൾക്കെല്ലാം വിനീതമായ നമസ്കാരം. നമ്മുടെ ജീവിതം ധന്യമാക്കി തീർക്കത്തക്ക വിധത്തിൽ ജീവിച്ചാൽ മാത്രമേ അന്ത്യകാലം നമുക്ക് കൃതാർത്ഥതയുള്ളതായി തീരുകയുള്ളൂ. സന്തോഷത്തോടുകൂടി ദേഹം ത്യജിക്കണമെങ്കിൽ അതിന് തക്കതായ അറിവും അനുഭവവും ഉണ്ടായിരിക്കണം. ജീവിതം നന്നായാൽ മാത്രമേ മരണവും നന്നാവൂ. മരണം നന്നായാൽ മാത്രമേ അടുത്ത മരണാനന്തര ജീവിതവും നന്നാവുകയുള്ളൂ. നാം ധരിക്കും മരണത്തോടുകൂടി എല്ലാം തീർന്നു എന്ന്. മരണത്തോടുകൂടി എല്ലാം തീരുന്നുവെങ്കിൽ പിന്നെ നമുക്ക് എങ്ങനെയെങ്കിലും ജീവിച്ചാൽ പോരെ? എങ്ങനെയെങ്കിലും ജീവിക്കുക, എങ്ങനെയെങ്കിലും മരിക്കുക എന്നതാണ്. പക്ഷേ മരണത്തോടുകൂടി ജീവിതം തീരുന്നില്ല, ഇതൊരു തുടർച്ചയാണ്. ജനനത്തിന് മുമ്പും നമുക്ക് ജീവിതമുണ്ടായിരുന്നു. ഇപ്പോൾ കാണുന്ന ഈയൊരു ജീവിതം മാത്രമല്ല, ഈ ജീവിതത്തിന്, ഇന്നത്തെ ജീവിതത്തിന് നമുക്കൊരടിത്തറയുണ്ട്. അത് ഇതിനു മുമ്പുള്ളതാണ്. ഇന്നത്തെ ജീവിതമാണ് അടുത്ത ശരീരം കിട്ടുമ്പോൾ നമുക്ക് ഉണ്ടാകുന്നത്. അതിനാൽ ഇപ്പോൾ നന്നായാൽ മാത്രമേ ഭാവി സുരക്ഷിതമാവുകയുള്ളൂ. ഇന്ന് നാം സുരക്ഷിതരല്ലെങ്കിൽ ഇന്നലെയുടെ പോരായ്മകളാണ് ഇന്നത്തെ പോരായ്മകൾക്ക് നിദാനമായിരിക്കുന്നത്. അതിനാൽ നാം ഏറ്റവും ഉത്കൃഷ്ടമായ അവസ്ഥയിലേക്ക് എത്തണമെങ്കിൽ ഉത്കൃഷ്ടമായ നിലയിൽ നാം ജീവിച്ചേ മതിയാകൂ. മരിക്കുകിൽ പിന്നെ മനുഷ്യജന്മം ലഭിക്കുമെന്നുള്ളതിനെന്തുറപ്പാം? അല്ലെങ്കിലേതോ പരിതസ്ഥിതിക്കും മധ്യത്തിലായാലും അതീവ ശോച്യം. മരിക്കുകിൽ പിന്നെ മനുഷ്യജന്മം, മരിച്ചു കഴിഞ്ഞാൽ പിന്നെ മനുഷ്യജന്മമാണ് കിട്ടുന്നത് എന്ന് എന്താണ് തെളിവ്? നമ്മുടെ കർമ്മത്തിനനുസരിച്ച് ആണ് അതിൻ്റെ അനന്തരഗതി. മരിക്കുകിൽ പിന്നെ മനുഷ്യജന്മം ലഭിക്കുമെന്നുള്ളതിനെന്തുറപ്പാം? മരിച്ചു കഴിയുമ്പോൾ നമ്മുടെ ഇന്നത്തെ ജീവിത രീതി എപ്രകാരമാണോ അതിനനുസരിച്ചാണ് ഒരു മനുഷ്യൻ്റെ ബീജമായി പരിണമിക്കുന്നതും അതൊരു മനുഷ്യ സ്ത്രീയിൽ നിക്ഷേപിക്കുന്നതും. അവിടെ വെച്ചാണ് നമുക്ക് ജന്മത്തിൻ്റെ തുടക്കം. അപ്പോൾ മരണശേഷം മനുഷ്യജന്മം കിട്ടണമെങ്കിൽ അതിനനുസരിച്ച ജീവിതം നയിക്കുക തന്നെ വേണം. ഇനി മനുഷ്യനായി ജനിച്ചാൽ മാത്രം പോരാ, അതിൽ ഉത്കൃഷ്ടമായ സംസ്കാരം കൂടി വേണം. മനുഷ്യനായാൽ ഏറ്റവും ശ്രേഷ്ഠമായ സംസ്കാരമുണ്ടെങ്കിലേ മനുഷ്യത്വമുള്ള മനുഷ്യനായി ജനിക്കാൻ സാധിക്കുകയുള്ളൂ. മനുഷ്യത്വം നേടണമെങ്കിൽ ആ മനുഷ്യത്വം എന്ന സംസ്കാരം നമുക്കുണ്ടായിരിക്കണം. അതാണ് മനുഷ്യനായാൽ മാത്രം പോരാ, മനുഷ്യത്വം കൂടി വേണം. എങ്കിൽ മാത്രമേ മനുഷ്യത്വമുള്ളവർക്ക് മാത്രമേ ഈശ്വരത്വത്തിലേക്ക് ഉയരാൻ സാധിക്കുകയുള്ളൂ. അതിനാൽ നാം ഈശ്വരനായി തീരണമെങ്കിൽ മനുഷ്യനായി ജനിക്കണം, മനുഷ്യത്വം വേണം. അങ്ങനെ മനുഷ്യത്വം ഉണ്ടായാൽ മാത്രമേ ശ്രേഷ്ഠമായ ദേവത്വത്തിനുള്ള അടിത്തറ നമുക്കുണ്ടാവുകയുള്ളൂ. അതാണ് മരിക്കുകിൽ പിന്നെ മനുഷ്യജന്മം ലഭിക്കുമെന്നുള്ളതിനെന്തുറപ്പാം? അല്ലെങ്കിൽ ഏതോ പരിതസ്ഥിതിക്ക്, അല്ലെങ്കിൽ ഏതോ ഒരു മനുഷ്യനായി ജനിച്ചാൽ എന്താ കാര്യം? ഇന്നിപ്പോൾ എത്രയോ മനുഷ്യന്മാരുണ്ട് തൻ്റെ ജീവിതത്തെ ഉയർത്താനുള്ള സാഹചര്യം ഇല്ലാത്തവരും അത് അറിയാത്തവരും എത്രയോ പേരുണ്ട്. അതാണ് മരിക്കുകിൽ പിന്നെ മനുഷ്യജന്മം ലഭിക്കുമെന്നുള്ളതിനെന്തുറപ്പാം? അല്ലെങ്കിൽ ഏതോ പരിതസ്ഥിതിക്കും മധ്യത്തിലായാലും അതീവ ശോച്യം. ഒരു മനുഷ്യനായി ജനിച്ചു, മനുഷ്യത്വം ഒട്ടുമില്ലാത്ത വിധത്തിലാണ് അയാൾ പെരുമാറുന്നതെങ്കിൽ അയാൾ മൃഗമായോ
മനുഷ്യനാകുമെന്നതിന് ഒരു ഉറപ്പുമില്ല. മനുഷ്യനായി മനുഷ്യത്വമുള്ളവരായി ഈശ്വരനായി തീരണമെങ്കിൽ അതിന് പാകത്ത സംസ്കാരം നമുക്കുണ്ടായേ പറ്റും. ആ സംസ്കാരം ഉണ്ടാവണമെങ്കിൽ നമ്മൾ സൽകൃത്യങ്ങൾ ചെയ്യുക തന്നെ വേണം. സദാചാരത്തോടു കൂടിയുള്ള സൽകൃത്യങ്ങൾ മാത്രമാണ് നമ്മെ ഉദ്ധരിക്കുന്നത്. ആ ഉദ്ധാരണത്തിന് വേണ്ട അറിവും കഴിവും നേടേണ്ടത് നാം തന്നെയാണ്. അതിനുവേണ്ടിയാണ് നമുക്ക് ചെവിയും നാവും കണ്ണും എല്ലാം തന്നിരിക്കുന്നത് എന്ന ബോധം സദാസമയത്തും നമുക്കുണ്ടാവണം. മരിക്കുകൽ പിന്നെ മനുഷ്യജന്മം ലഭിക്കുമെന്നുള്ളതിനെന്തുറപ്പാം, അല്ലെങ്കിൽ ഏതോ പരിതസ്ഥിതിക്കോ മധ്യത്തിലായാലും അതീവ ശോച്യം.